നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നവ്യ അവിടെ ഇല്ലാത്തോണ്ട് അവിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം തന്നെയായിരുന്നു. ഓ, അവളില്ലാതെ ഒരു ദിവസം സമാധാനമായി. അവൾ എന്നേക്കുമായിട്ട് തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അങ്ങനെ രാത്രിയിൽ അതൊക്കെ ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് നാഗേന്ദ്രന്റെ കോള് വരുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ അബിയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ അബിയോട് പറഞ്ഞു, എടാ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അല്ലെങ്കിലും അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നമുക്ക് കാണാന്ന് പറഞ്ഞു. അതാം പിന്നെ അമ്മയ്ക്ക് സംശയമൊന്നും തോന്നുന്നില്ല. രാവിലെ ആകുമ്പോൾ അമ്മ ഇനിയിപ്പോൾ എന്നെ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. എങ്കിൽ ശരി, എവിടെ വരണ്ടേന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അബി കോള് കട്ട് ചെയ്തു. കാരണം അല്ലാതെ പകൽ സമയത്താണെങ്കിൽ എപ്പോഴും ജലജയുടെ ഒരു നോട്ടം ഉണ്ടാവും, അബി എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ എങ്കിൽ രാവിലെ പോവാണെങ്കിൽ അമ്മയ്ക്ക് സംശയമൊന്നും തോന്നത്തില്ലല്ലോ. അമ്മ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും തിരിച്ചു വരാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. അച്ഛനെ കാണണം, നവ്യെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിനു മുമ്പ് ഒഴിവാക്കേണ്ട പലരും ഉണ്ട്. ആ അനഘ എന്ന് പറയുന്നവള്, അവൾ ഇതുവരെയായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതങ്ങനെ പോയിട്ടുണ്ട്, ശരിയാകത്തില്ല. തൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ്. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അബി ഉറങ്ങാൻ കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നന്ദു നവ്യെ നയനയൊക്കെ എഴുന്നേറ്റു. അപ്പം കനയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഴയതുപോലെ. നേരത്തെ അവർ നടക്കാൻ പോയിരുന്നു രാവിലെ. അങ്ങനെ നടക്കാൻ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ റെഡിയായി ഇറങ്ങുന്ന സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, അതേ സമയമൊന്നും മോളെയും കൊണ്ട് ഇതിലൂടെ ഒന്നും പോകണ്ട, നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഗോവിന്ദേട്ടാ, എത്ര കാലമായി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചൊന്ന് പോയിട്ട്. എൻ്റെ മൂത്ത 2 മക്കളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു നന്ദുവിനും. കുറെ കാലത്തിന് ശേഷം നവ്യെ നയനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പറയുന്ന അബിയാണെങ്കിലും അപ്പച്ചിയാണെങ്കിലും എഴുന്നേറ്റ് വരാൻ താമസിക്കും. അതുകൊണ്ട് നവ്യേച്ചിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാനും പോകുന്നില്ല. നവ്യയ്ക്ക് ആ ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലോ എന്ന് കരുതി. അങ്ങനെ അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുവാണ്. ആ സമയം അബി രാവിലെ തന്നെ എഴുന്നേറ്റു. നാഗേന്ദ്രനെ കാണാൻ പുറപ്പെടുവാണ്. കഷ്ടകാലം അല്ലാതെ എന്ത് പറയാനായിട്ട്. രാവിലെ തന്നെ അബി എഴുന്നേറ്റ് പോകുന്ന ജലജ കണ്ടു. ജലജ ഒരിക്കലും നേരത്തെ എഴുന്നേക്കാത്തതാണ്. പക്ഷെ അന്ന് നേരത്തെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അബി പോകുന്ന കണ്ടു. അപ്പോഴേക്കും ജലജയ്ക്ക് സംശയമായി, ഇവൻ എങ്ങോട്ടാ പോകുന്നേ? ഒരുപക്ഷെ തൻ്റെ ശത്രുവിനെ കാണാനാണോ? നാഗേന്ദ്രനെ കാണാനായിട്ടായിരിക്കും ഇവൻ്റെ പോക്ക്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊരു വിചാരം ജലജയുടെ മനസ്സിലുണ്ടായി. ജലജ പെട്ടെന്ന് എന്ന് അബിയെ വിളിക്കുകയാണ്. പിന്നെ വിളിച്ചു, നീ ഇതെങ്ങോട്ടാ ഈ പോണേന്ന് ചോദിച്ചു. അമ്മേ, അതെനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് വരെയൊന്ന് പോകണം. പുറത്ത് എങ്ങോട്ട്? അല്ല, അത് പിന്നെ അബിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് ജലജയ്ക്ക് മനസ്സിലായി. ജലജ ചോദിച്ചു, എടാ നീ അയാളെ എങ്ങാനും കാണാൻ പോകണോ? എൻ്റെ അമ്മേ, ഇതിപ്പോൾ എനിക്കെന്താ പുറത്ത് പോകാനും പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബി ഒരു കള്ളത്തരമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് മനസ്സിലായി, മിക്കവാറും അയാളെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും. തൻ്റെ മോന് അയാളുടെ ചതിക്കുഴി ചെന്ന് വീഴാൻ പാടില്ല. അങ്ങനെയാണ് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ജലജ എന്ത് ചെയ്തു, അബിയെ ഫോളോ ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയം അബി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നാഗേന്ദ്രൻ പറഞ്ഞ സ്ഥലത്തേക്ക് അബി ചെന്നു. നവ്യ നയനെയൊക്കെ നടക്കാൻ വരുന്ന സ്ഥലമായിരുന്നു അവിടെ. മുമ്പ് അവരവിടെ നടക്കാൻ വന്നുകൊണ്ടിരുന്നേ. അവിടേക്കാണ് നാഗേന്ദ്രനും അബിയും കൂടെ വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അബി പറഞ്ഞു, അച്ഛാ, എനിക്ക് എന്താണെങ്കിലും ഇനി ഞാൻ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നവ്യ അധികം വൈകാതെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അവൾക്കൊന്നും അറിയില്ലാത്തതുകൊണ്ട് മാത്രം വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളൊക്കെ പോന്നു. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നും എനിക്കറിയില്ല. പക്ഷെ അനഘയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്നെയാണെങ്കിൽ അവിടെ എല്ലാവരും ഇട്ട് പന്ത് കെട്ടുന്ന പോലെയാ. കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ എന്നെ തല്ലിയില്ലെന്നുള്ളൂ. പക്ഷെ അമ്മാവൻ എൻ്റെ കർണത്തടിച്ചു. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്താ അച്ഛാ അതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചു. എടാ മോനെ, നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ നാഗേന്ദ്രനെ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാന്നറിയാവോ? അനന്തപുരിക്കാരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി മാത്രം. അത് ഞാൻ ചെയ്തിരിക്കും ഏത് വിധേനയാണെങ്കിലും. ഇനി എനിക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും പ്രതികാരത്തിന്റെ കാരണം അറിയണമല്ലോ. എടാ, കാരണം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അവസാനിക്കാം അങ്ങനെ പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റാത്ത. അതുകൊണ്ട് അതെന്താണല്ലോ അധികം വൈകാതെ തന്നെ നീ അറിയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രതികാരം ചെയ്തേ മതിയാവുള്ളൂ. അത്രമാത്രം ഞാൻ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്.
ആ സമയത്ത് അഭി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്ര നാൾ എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നീ വിഷമിക്കണ്ട മോനെ. ഏ, നീ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അല്ല, അച്ഛനെ കാണാൻ വരുന്ന അമ്മയ്ക്ക് പോലും ഇഷ്ടമില്ല. അതാ എനിക്ക് മനസ്സിലാകാത്തെ. അമ്മ മര്യാദക്കാണെങ്കിൽ ദേ ഇപ്പൊ അച്ഛൻ്റെ കൂടെ വന്ന് കഴിയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? വെറുതെ അവിടുത്തെ ആട്ടും തുപ്പും കെട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? ഹും, അവള് വരത്തില്ലടാ. അവൾക്ക് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് നവ്യെ നയനിയൊക്കെ അവിടെ വരുന്നത്. അവര് നടന്നു വരുമ്പോൾ ആ കാഴ്ച കാണുന്ന തെങ്ങ് നോക്ക്, അത് അബിയല്ലേന്ന് ചോദിച്ചു. നയന പെട്ടെന്നാണ് നവ്യ ആ കാഴ്ച കാണുന്നത്. ശരിയാണല്ലോ. അപ്പോഴേക്കും കനക അവരെല്ലാരും കൂടെ അവിടെ മറിഞ്ഞു നിൽക്കുവാണ് കാണാത്ത രീതിയിൽ. അവർക്ക് മനസ്സിലായി നാഗേന്ദ്രനുമായിട്ട് കൂടിച്ചേർന്ന് എന്തോ ഗൂഢാലോചന നടത്തുവന്ന്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഞാൻ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അവൻ രാവിലെ തന്നെ അവന്റെ അച്ഛനെ കാണാൻ വന്നാന്ന് തോന്നേ. ചോദ്യങ്ങളും പറച്ചിലും ഒന്നും ഉണ്ടാകത്തില്ലോ. ഭാഗ്യം കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടെ. എങ്ങാനും നമ്മളെല്ലാരും കൂടെ നടക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പണി മുഴുവൻ പാളിയാനെന്ന് പറഞ്ഞു നന്ദു. അത് ശരിയാ, പക്ഷെ അവൻ ഇത്ര രാവിലെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാധാരണഗതിയിൽ ഒരു 7 മണിയൊക്കെ കഴിയാതെ എഴുന്നേക്കുന്നവനല്ല. ഞാനില്ലാത്തോണ്ടാന്ന് തോന്നിയെന്ന് പറഞ്ഞു. നയന് പറഞ്ഞു, അത് ശരിയാ, എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അനന്തപുരിക്കാർക്കെതിരെയാന്നുള്ള കാര്യം ഉറപ്പല്ലേ, അല്ലെങ്കിൽ അനഘയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഒരു കാറിൽ വന്ന് ജലജ അങ്ങോട്ട് ഇറങ്ങുന്നേ. ദേ അപ്പച്ചിന്ന് നയന് പറഞ്ഞു. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. പെട്ടെന്ന് അവരോർത്തു ഇനിയിപ്പം ജലജയ്ക്ക് നാഗേന്ദ്രൻ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കുമെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ജലജ അങ്ങോട്ട് പാഞ്ഞു വരുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിന് അഭി ഞെട്ടിപ്പോയി. അഭി നാഗേന്ദ്രനോട് പറഞ്ഞു, അച്ഛമ്മയെന്ന് പറഞ്ഞു. ജലജ അങ്ങോട്ട് വന്ന് ദേഷ്യത്തോടു കൂടി നാഗേന്ദ്രനെ നോക്കുവാണ്. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നിട്ട് നിങ്ങൾ കിട്ടിയതൊന്നും പോരല്ലേ, എന്റെ മോനെ വെച്ച് പുതിയ കളി നടത്താൻ തീരുമാനിച്ചിരിക്കുമല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അന്ന് നിങ്ങളെ അച്ഛനെ ഇറക്കി വിട്ടതുള്ളൂ, പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല, അറിയാലോ. ഈ വയസ്സാം കാലത്ത് അച്ഛനെ കൊണ്ട് വേണ്ടാത്ത കാര്യം നിങ്ങൾ ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടത് നാഗേന്ദ്രൻ പറഞ്ഞു, നീ എന്താ ജലജ വിചാരിച്ചോണ്ടിരിക്കുന്നേ, ഞാൻ തോറ്റു പിന്മാറുന്നോ? അപ്പൊ അവിടെ വെല്ലുവിളികളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നവ്യയ്ക്കും നയനിക്കോ കാര്യം മനസ്സിലായി. ജലജ ദേഷ്യത്തോടെ സംസാരിക്കുന്നുള്ള കാര്യം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ എന്റെ മോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമായിരുന്നോ? എടാ, നീ എന്തെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം നാഗേന്ദ്ര, മേലാല് എന്റെ മോനെ വിളിച്ചു വരുത്തോ അവനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്താണ്ടല്ലോ, എന്റെ മക്കളെ തട്ടിയെടുക്കാൻ നീ ശ്രമിക്കൂ എന്നുള്ള കാര്യം എനിക്കറിയാം. നാഗേന്ദ്രൻ പറഞ്ഞു, ഞാൻ ഒരു മക്കളെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ നീ എന്തിനാ ജലജ എന്നെ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. തെറ്റ് ചെയ്തവര് ഭയന്നാ പോരെന്ന് ചോദിച്ചു. ജലജ പറഞ്ഞു, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നാഗേന്ദ്ര. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഇനി ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. എന്നിട്ട് അബിയുടെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. എടാ നാണം കെട്ടവനെ, നിന്നോട് ആരടാ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരെ, ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞു അങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് കാറിലേക്ക് അങ്ങോട്ട് കയറ്റുവാണ്. കയറിടാന്നും പറഞ്ഞുകൊണ്ട് അബി ദയനീയമായിട്ട് നാഗേന്ദ്രനെ ഒന്ന് നോക്കുവാണ്. അപ്പോഴേക്കും നവ്യയ്ക്കുന്ന എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ജലജ എന്തുകൊണ്ടോ നാഗേന്ദ്രനെ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഭി നാഗേന്ദ്രനുമായിട്ട് കൂട്ടുകൂടുന്ന ഇഷ്ടപ്പെടുന്നില്ല. അതിനെന്തേലും തക്കതായ കാരണം കാണും. ഒരു പക്ഷേ ശങ്കരനാരായണൻ പറഞ്ഞ കണക്ക് ജലജയാണോ ഇതിന്റെ പിന്നില്, അതോ ഇനിയിപ്പം ആദർശനൊക്കെ താനൊക്കെ സംശയിക്കുന്ന പോലെ ഇളയച്ചനും ഇളയമ്മയ്ക്കും ഇതിനകത്ത് എന്തേലും പങ്കുണ്ടോ? അവരും ഭയക്കുന്നുണ്ട് നാഗേന്ദ്രനെ. അപ്പൊ അതിന്റെ പിന്നില് തക്കതായൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പച്ചിയാണെങ്കിലും ഇത്ര മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലോ. നാഗേന്ദ്രന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ വെല്ലുവിളി നടത്തിയിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം അനന്തപുരിയിൽ എല്ലാവരും നശിച്ചു കാണണമെന്നാ ഇപ്പോഴും അപ്പച്ചി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അപ്പച്ചി നാഗേന്ദ്രനെ വന്ന് വെല്ലുവിളിക്കണമെങ്കിൽ എന്തിനോ ഭയക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇതിന്റെ പിന്നിലിരിക്കുന്ന സത്യം, നാഗേന്ദ്രൻ ആ വീട് വിട്ടു പോകാൻ കാരണം അതിനെയാണ് അപ്പച്ചി ഭയക്കുന്നതെന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.